ബീഹാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇത്തവണ 2 ഘട്ടമായിട്ട് നവംബർ 6, 11 തീയതികളിലാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. രാഷ്ട്രീയ പാർട്ടികളെല്ലാം തന്നെ ഇപ്പോൾ നെട്ടോട്ടത്തിലാണ്. കാരണം സ്ഥാനാർത്ഥി നിർണയത്തിനുൾപ്പെടെ രാഷ്ട്രീയ പാർട്ടികൾക്ക് വളരെ പരിമിതമായ ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. 1ാം ഘട്ടം വോട്ടെടുപ്പ് നടക്കുന്നത് നവംബർ 6-നാണെങ്കിൽ 1ാം ഘട്ടത്തിലെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി ഒക്ടോബർ മാസം 17-ാം തീയതിയാണ്. അതായത് ഇന്ന് 7-ആണ്. ഇനി 10 ദിവസം കൂടി മാത്രമേ ഉള്ളൂ. 2ാം ഘട്ടത്തിലെ വോട്ടെടുപ്പ് നടക്കുന്നത് നവംബർ 11-നാണ്. അതിന്റെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി എന്ന് പറയുന്നത് ഒക്ടോബർ മാസം 20-ആണ്. അതായത് ഇന്ന് 7-ആണ്. 13 ദിവസം കൂടി മാത്രമേ സമയമുള്ളൂ. അതുകൊണ്ട് തന്നെ പല ഈ പാർട്ടികൾക്കും സ്ഥാനാർത്ഥി നിർണയം നടത്താനുണ്ട്. അതിനു മുൻപ് തന്നെ എല്ലാ പാർട്ടികളും ഈ മുന്നണികളായിട്ടാണ് മത്സരിക്കുന്നത്. 2 മുന്നണികളിലായിട്ടാണ് പ്രബല പാർട്ടികളൊക്കെ തന്നെ ഏറ്റുമുട്ടുന്നത്. അതുകൊണ്ട് മുന്നണികൾക്കുള്ളിൽ സീറ്റ് വിഭജനം സംബന്ധിച്ച ചർച്ചകൾ പൂർത്തിയാക്കണം. അതിനുശേഷം മാത്രമേ സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് കടക്കാൻ സാധിക്കുകയുള്ളൂ. എന്തായാലും കോൺഗ്രസ്, RJD, CPI, CPIM, CPI-ML എന്നീ പാർട്ടികൾ ഉൾപ്പെടുന്ന ഇന്ത്യ സഖ്യം നിലവിൽ ബീഹാറിലെ മഹാഗഠബന്ധൻ അവരെ ഏകദേശം ഒരു സീറ്റ് വിഭജന ധാരണ രൂപപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. മറുവശത്ത് BJP ഒപ്പം തന്നെ JDU ഉൾപ്പെടെയുള്ള പാർട്ടികൾ മത്സരിക്കുന്ന NDA സഖ്യം, അവിടെ ചിരാഗ് പാസ്വാന്റെ ലോക് ജനശക്തി പാർട്ടി ഉൾപ്പെടെയുണ്ട്. ഹിന്ദുസ്ഥാൻ അവാം മോർച്ചയുണ്ട്. അങ്ങനെ ചെറിയ പാർട്ടികൾ കുറേ ഉണ്ട് അവരുടെ കൂടെ. അവിടെ സീറ്റ് വിഭജന ചർച്ചകൾ എങ്ങും എത്തിയിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രത്യേകിച്ചും ചിരാഗ് പാസ്വാൻ, അദ്ദേഹം ഇപ്പോൾ കേന്ദ്ര മന്ത്രി കൂടിയാണ്. അദ്ദേഹത്തിന്റെ പാർട്ടിക്ക് ഏതാണ്ട് 40ഓളം സീറ്റുകൾ വേണമെന്നൊരു പിടിവാശിയിൽ അദ്ദേഹം നിൽക്കുകയാണ്. എന്നാൽ ഏതാണ്ട് 20 സീറ്റുകൾ മാത്രമേ കൊടുക്കാൻ കഴിയൂ എന്നാണ് NDA സഖ്യം പറയുന്നത്, BJP നേതൃത്വം പറയുന്നത്. അതിനോട് പൊരുത്തപ്പെടാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ചിരാഗ് പാസ്വാനുമായിട്ടുള്ള ഒരു ചർച്ചകൾക്ക്, അദ്ദേഹത്തെ അനുനയിപ്പിക്കുന്നതിനുള്ള ചർച്ചകൾക്കായിട്ട് നിലവിൽ ബീഹാറിലെ തെരഞ്ഞെടുപ്പിന്റെ ചുമതലയുള്ള BJPയുടെ മുതിർന്ന നേതാവ് ധർമ്മേന്ദ്ര പ്രധാനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹം അതിനുള്ള ചർച്ചകളൊക്കെ തന്നെ നടത്തുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ. എന്തായാലും ഈ ഒരു സീറ്റ് വിഭജനം പൂർത്തിയാക്കിയ ശേഷം മാത്രമേ BJPക്ക് സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് കടക്കാൻ കഴിയൂ. കഴിഞ്ഞ ആഴ്ച പുറത്തു വന്നൊരു വാർത്ത, BJPയിൽ തന്നെ സ്ഥാനാർത്ഥി മോഹികളുടെ എണ്ണം വലിയൊരു കൂടുതലാണ്, ഒരു ബാഹുല്യമാണ് സ്ഥാനാർത്ഥി മോഹികളുടെ എന്ന ഒരു വാർത്ത പുറത്തു വന്നിരുന്നു. ഒരു മീറ്റിംഗ് അവർ വിളിച്ചു ചേർത്തു. ജില്ലാതലത്തിലെ സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലെയും പ്രമുഖ നേതാക്കളുടെ ഒരു മീറ്റിംഗ് വിളിച്ചു ചേർത്തു. അത് സ്ഥാനാർത്ഥി മോഹികൾ അല്ലാത്തവരെ എന്ന നിലയിലാണ് വിളിച്ചു ചേർത്തത്. എന്നാൽ ഈ ചർച്ചയിൽ, ഈ മീറ്റിംഗിൽ പങ്കെടുത്തവർ പോലും തങ്ങൾക്ക് സ്ഥാനാർത്ഥികളാകണം എന്ന തരത്തിലുള്ള ചില ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പ്രസംഗിക്കുകയും അത് വലിയ വിഷയമാവുകയും ഒക്കെ തന്നെ ചെയ്തു. ഏതാണ്ട് 100 സീറ്റുകളിലാണ് BJP മത്സരിക്കുന്നതെങ്കിൽ ഏതാണ്ട് ഒരു 600-700 ആളുകൾ ഒക്കെ തന്നെ ഈ സ്ഥാനാർത്ഥി മോഹികളായിട്ട് അവിടെയുണ്ട്. അമിത്ഷാ അവിടുത്തെ നേതൃത്വത്തിന് നിർദ്ദേശം കൊടുത്തിരിക്കുന്നത് ഒരു 2-3 പേരടങ്ങുന്ന ഒരു പാനൽ ഓരോ മണ്ഡലങ്ങളിലും വീതം സമർപ്പിക്കുക എന്നതാണ്. അത് സംസ്ഥാന നേതൃത്വത്തിന് വലിയൊരു ഭഗീരഥ പ്രയത്നം തന്നെയാണ്. അവര് ഈ സ്ഥാനാർത്ഥി മുഖികളെ കൊണ്ട് പൊറുതിമുട്ടി ഇരിക്കുന്ന ഒരു കാഴ്ച കാണാൻ കഴിയുന്നുണ്ട്. ഒപ്പം തന്നെ JDUവും സമാനമായ രീതിയിൽ ഈ പറയുന്ന പോലെ നിലവിലെ സിറ്റിംഗ് MLA-മാരെയും മന്ത്രിമാരെയും ഒക്കെ മത്സരിപ്പിക്കുന്ന കാര്യത്തിൽ വലിയ ഒരു സംശയമുണ്ട്. കാരണം ഭരണവിരുദ്ധ വികാരം വലിയ തോതിൽ അലയടിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. അതുകൊണ്ട് BJPയെ സംബന്ധിച്ചും ആ ഒരു പ്രശ്നമുണ്ട്. സിറ്റിംഗ് MLA-മാരിൽ എത്ര പേർക്ക് ഈ 2 പാർട്ടികളും വീണ്ടും സീറ്റ് കൊടുക്കുമെന്ന ഒരു വലിയ ചോദ്യം അവശേഷിക്കുന്നു. പലരെയും പുറത്താക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ ആ സീറ്റ് നഷ്ടപ്പെടുന്ന നിലവിലെ MLA-മാരൊക്കെ തന്നെ റിബലാകാനോ അല്ലെങ്കിൽ മറ്റു പാർട്ടികളിൽ ചേക്കേറാനോ ഒക്കെയുള്ള സാധ്യതകൾ ഉണ്ട്. അത് വലിയൊരു വിഷയമായിട്ട് BJPക്കൊക്കെ മുന്നിൽ നിൽക്കുകയാണ്. മറുവശത്ത് ഇന്ത്യ സഖ്യം കെട്ടുറപ്പോടുകൂടി മുന്നോട്ട് പോകുന്നു. ഇന്ന് ഈ പറയുന്ന ദേശീയ മാധ്യമങ്ങളൊക്കെ തന്നെയും കോൺഗ്രസിന്റെ ഒരു ബീഹാറിലെ ഒരു നേട്ടത്തെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട വാർത്തകളാണ് അവർ പ്രസിദ്ധീകരിക്കുന്നത്. കാരണം കഴിഞ്ഞ ജൂൺ മാസം വരെയും ജൂലൈ മാസം വരെയും ബീഹാറിൽ കോൺഗ്രസ് 0 അല്ലെങ്കിൽ 0 ലെവലിൽ നിൽക്കുകയായിരുന്നു. എന്നാൽ ഇപ്പോൾ അവിടെ കോൺഗ്രസ് വലിയ രീതിയിലൊരു ചർച്ചാ വിഷയമായിട്ട് മാറിയിരിക്കുന്നു. അവരുടെ പല ഈ പറയുന്ന ദേശീയ മാധ്യമങ്ങളിലൊക്കെ തന്നെ തലക്കെട്ട്, എങ്ങനെയാണ് രാഹുൽ ഗാന്ധി ബീഹാറിനെ കോൺഗ്രസിന് അനുകൂലമായിട്ടുള്ള ഒരു മണ്ണാക്കി മാറ്റിയത്, എങ്ങനെയാണ് രാഹുൽ ഗാന്ധി അതിനെ പ്രവർത്തിച്ചത് എന്ന രീതിയിലാണ് പല മാധ്യമങ്ങളും, അവിടെ ദേശീയ മാധ്യമങ്ങളൊക്കെ തന്നെയും റിപ്പോർട്ടുകൾ ചെയ്യുന്നത്. അതിനകത്ത് അവർ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ പറയുന്ന രാഹുൽ ഗാന്ധിയുടെ വോട്ട് ചോരിയുമായി ബന്ധപ്പെട്ടുള്ള വെളിപ്പെടുത്തലും അതിനുശേഷം അദ്ദേഹം ബീഹാറിൽ നടത്തിയ വോട്ടർ അധികാർ യാത്രയും തന്നെയാണ്. ഈ 2 കാര്യങ്ങളും രാഹുൽ ഗാന്ധിയെ ബീഹാറിലെ സാധാരണ ജനങ്ങൾക്ക് സ്വീകാര്യനാക്കിയിരിക്കുന്നു, പ്രിയപ്പെട്ടവനാക്കി മാറ്റിയിരിക്കുന്നു എന്നാണ് ആ റിപ്പോർട്ടുകളിൽ പറയുന്നത്. അതുകൊണ്ട് തന്നെ നിലവിൽ കോൺഗ്രസ് വലിയൊരു എഡ്ജ് അവിടെ നേടിയിരിക്കുന്നു. ഇന്ത്യ മുന്നണിയിൽ മാത്രമല്ല
മറ്റു പാർട്ടികളെ വെച്ച് നോക്കുമ്പോഴും കഴിഞ്ഞ തവണ കോൺഗ്രസ് ഏതാണ്ട് 70ഓളം സീറ്റുകളിൽ മത്സരിച്ചെങ്കിലും 19 സീറ്റുകളിൽ മാത്രമാണ് വിജയിക്കാൻ കഴിഞ്ഞത്. എന്നാൽ ഇത്തവണ കോൺഗ്രസ് സീറ്റുകളുടെ എണ്ണത്തിൽ വലിയ കടുംപിടുത്തത്തിനൊന്നും പോകുന്നില്ല. മറിച്ച് വിജയസാധ്യതയുള്ള 40ഓ 50ഓ സീറ്റുകൾ മാത്രം തങ്ങൾക്ക് മതി എന്നൊരു നിർദ്ദേശം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ 50 സീറ്റുകളിൽ മത്സരിച്ചാലും നിലവിലെ സാഹചര്യത്തിൽ കോൺഗ്രസിന് വലിയൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയും. ഒരു 30ഓ 35ഓ സീറ്റുകൾ വരെയൊക്കെ കോൺഗ്രസിന് ഒറ്റയ്ക്ക് അവിടെ ജയിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമുണ്ട് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. അതിന് പ്രധാനപ്പെട്ട കാരണം പല വിഭാഗങ്ങളും മുൻപ് കോൺഗ്രസിനൊപ്പം നിൽക്കുകയും ഇടക്കാലത്ത് കോൺഗ്രസിൽ നിന്ന് അകന്നു പോവുകയും ചെയ്ത മുസ്ലിം വോട്ടുകളും ദളിത് പിന്നോക്ക വോട്ടുകളും ഒക്കെ തന്നെ കോൺഗ്രസിലേക്ക് മടങ്ങി വരുന്നു എന്നതാണ്. അതിന് പ്രധാനപ്പെട്ട കാരണം രാഹുൽ ഗാന്ധി എന്ന നേതാവിനോടുള്ള സമുദായങ്ങളുടെയൊക്കെ തന്നെ വിശ്വാസമാണ്. അദ്ദേഹം ഈ പറയുന്ന പിന്നോക്ക വിഭാഗങ്ങൾക്കൊപ്പം നിന്നുകൊണ്ട് ഭരണഘടനയ്ക്ക് വേണ്ടി പോരാടുന്ന ഒരു നേതാവ് എന്ന ഒരു രീതിയിൽ സ്വയം അദ്ദേഹത്തിന് ബ്രാൻഡ് ചെയ്യാൻ അവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ പറയുന്ന ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ട് ദേശീയ തലത്തിൽ തന്നെ പോരാടുന്ന ഒരു പാർട്ടി കോൺഗ്രസ് ആണ്. ആ രീതിയിൽ രാഹുൽ ഗാന്ധിയിൽ അവർക്കുള്ള വിശ്വാസം ഇരട്ടിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന വിഭാഗങ്ങളൊക്കെ തന്നെയും കോൺഗ്രസിലേക്ക് വരുന്നുണ്ട്. അതിൽ ഈ പറയുന്ന RJDക്ക് ഉൾപ്പെടെ അല്പം ഒരു അസൂയൊക്കെ തന്നെയുണ്ട്. എന്തായാലും കോൺഗ്രസ് ആ രീതിയിൽ വളരെ ശക്തമായിട്ട് മുന്നോട്ട് പോവുകയാണ്. അവർ ആ രീതിയിൽ സംസ്ഥാനത്ത് കരുത്താർജിച്ചിരിക്കുന്നു. അതിന്റെ ഒന്നാമത്തെ കാരണം അത് രാഹുൽ ഗാന്ധിയാണ്. കോൺഗ്രസിനെ അങ്ങനെ കരുത്താക്കി മാറ്റിയ ഒരു പ്രധാന ഘടകം, ഒരു നേതാവ് അത് രാഹുൽ ഗാന്ധി തന്നെയാണ് എന്നാണ് ദേശീയ മാധ്യമങ്ങളൊക്കെ തന്നെയും വിലയിരുത്തുന്നത്. എന്തായാലും വരുന്ന നിർണായകമായ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബീഹാറിൽ കോൺഗ്രസ് ചില അത്ഭുതങ്ങൾ കാട്ടിയാലും ആരും അതിനകത്ത് എന്താ പറയുക, അത്ഭുതപ്പെടേണ്ടതില്ല. കോൺഗ്രസ് ചില മികച്ച ഒരു നേട്ടം ഉണ്ടാക്കിയാലും അതിൽ അത്ഭുതപ്പെടേണ്ടതില്ല എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ തന്നെ ചൂണ്ടിക്കാട്ടുന്നത്. അതിന് ഒരു കാരണമായിട്ട് മാറുന്ന അല്ലെങ്കിൽ അതിൻ്റെ ഒരു നേതൃസ്ഥാനത്തേക്ക് വരുന്നത് രാഹുൽ ഗാന്ധി തന്നെയായിരിക്കും. അതിൽ ഈ പറയുന്ന BJP നേതൃത്വത്തിനൊക്കെ തന്നെ വലിയ ഒരു ഭയമുണ്ട്. നരേന്ദ്രമോദി പലപ്പോഴും ബീഹാറിൽ പോയി സംസാരിക്കുമ്പോൾ അദ്ദേഹം ഈ പറയുന്ന രാഹുൽ ഗാന്ധിക്കെതിരെ വലിയ രീതിയിലുള്ള ആക്ഷേപങ്ങൾ നടത്താനാണ് ശ്രമിക്കുന്നത്. അടുത്തിടയ്ക്ക് അദ്ദേഹം ഒരു ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം രാഹുൽ ഗാന്ധി ജനനായകൻ എന്ന് പറയുന്ന പദവി തട്ടിയെടുക്കാൻ ശ്രമിക്കുന്നു എന്നൊരു ആരോപണം ഉന്നയിക്കുകയാണ് ചെയ്തത്. കാരണം മുൻ മുഖ്യമന്ത്രി കർപ്പൂരി താക്കൂർ അദ്ദേഹമാണ് ബീഹാറിലെ ജനനായകൻ എന്നുള്ള ഒരു പദവി അലങ്കരിക്കുന്നത്. ആ പദവി തട്ടിയെടുക്കാൻ വേണ്ടി രാഹുൽ ഗാന്ധി ശ്രമിക്കുന്നു എന്ന വളരെ അപഹാസ്യമായ ചില പരാമർശങ്ങളാണ് മോദി നടത്തിയത്. അങ്ങനെ ഏതെങ്കിലും ഒരു പദവി ആർക്കെങ്കിലും തട്ടിയെടുക്കാൻ സാധിക്കുന്നതല്ല. അങ്ങനെ ഒരു പദവി ഒരാളിലേക്ക് വരുന്നു എന്ന് മറ്റൊരാൾക്ക് തോന്നുന്നു എങ്കിൽ അത് ആ എതിരാളിയുടെ വിജയമാണ്, അത് മഹത്വമാണ് അത് കാണിക്കുന്നത്. രാഹുൽ ഗാന്ധി അത്തരത്തിൽ അവിടെ BJPക്ക് മേൽ അല്ലെങ്കിൽ NDAക്ക് മേൽ വിജയം നേടിയിരിക്കുന്നു. അദ്ദേഹം ഒരു ജനനായകനായിട്ട് മാറി എന്ന് BJPക്ക് അല്ലെങ്കിൽ നരേന്ദ്രമോദിക്ക് തോന്നി തുടങ്ങിയിരിക്കുന്നു എന്നതാണ് വളരെ നിർണായകമായ കാര്യം. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ജനനായകനായിട്ട് മാറുന്ന രാഹുൽ ഗാന്ധിയെ നരേന്ദ്രമോദിയും അമിത്ഷായും ഉൾപ്പെടുന്ന BJP നേതൃത്വം ഇപ്പോൾ പേടിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നാണ് നിലവിലെ ബീഹാറിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്.